ശ്രീ പി നന്ദകുമാർ. സർ, പൊന്നാനി കടലോര മേഖലയിൽ 1980 കാലഘട്ടത്തിൽ ധാരാളം പേർക്ക് പട്ടയം നൽകിയിരുന്നു. ഭൂപതിവ് പട്ടയങ്ങളായിരുന്നു അത്. 1961 കേരള ഭൂപതിവ് നിയമപ്രകാരമായിരുന്നു അവ നൽകിയിരുന്നത്. കടപ്പുറം പുറമ്പോക്ക് ഭൂമി സർവേ ചെയ്ത് FMB തയ്യാറാക്കി അതിലെ കണക്ക് വെച്ച് കൈവശക്കാർക്ക് പട്ടയം നൽകുകയായിരുന്നു. പുറമ്പോക്ക് ഭൂമി പട്ടയഭൂമിയാക്കി റവന്യൂ രേഖയിൽ മാറ്റം വരുത്തുന്നവരെ പ്രസ്തുത ഭൂമി വധിച്ച് കിട്ടിയവരിൽ നിന്ന് ഭൂനികുതി BT ബേസിക് ടാക്സ് സ്വീകരിക്കുന്നതിന് പകരം ഭൂനികുതിയില്ലാത്ത നികുതി OBT അതർ ദാൻ ബേസിക് ടാക്സ് എന്ന ഇനത്തിലായിരുന്നു നികുതി സ്വീകരിച്ചിരുന്നത്. റവന്യൂ വകുപ്പിൻ്റെ റവന്യൂ അക്കൗണ്ട് ശരിപ്പെടുത്താനുള്ള സാങ്കേതിക നടപടി മാത്രമായിരുന്നു ഇത്. അതിങ്ങനെയായിരുന്നു: വില്ലേജിലെ മൊത്തം കരം കൊണ്ട് ഭൂമിയും അതിന് ലഭിക്കുന്ന ഭൂനികുതിയിൽ ജമാബന്ദി രേഖകൾ പ്രകാരം നിശ്ചയപ്പെടുത്തിയിരിക്കും. ആ രേഖയിൽ മാറ്റം വരുത്താതെ ഭൂനികുതി സ്വീകരിക്കാൻ സാങ്കേതികമായി ഉദ്യോഗസ്ഥർക്ക് സാധ്യമല്ലായിരുന്നു. നേരത്തെ പരാമർശിക്കപ്പെട്ട കടപ്പുറം പുറമ്പോക്ക് ഭൂമി വധിച്ചു കിട്ടിയവർക്ക് ഒരു സംക്രമണ കാലത്തേക്ക് മാത്രമായിരുന്നു ഭൂനികുതിയില്ലാത്ത നികുതി സ്വീകരിച്ചിരുന്നത്. എന്നാൽ റവന്യൂ വകുപ്പ് രേഖയിൽ മാറ്റം വരുത്തുന്ന നടപടി അരനൂറ്റാണ്ടുകാലം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയില്ല. ഫലമോ പതിച്ചു കൊടുത്ത ഭൂമികൾ കൂടി സർക്കാർ കടപ്പുറം പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെട്ടു വന്നു. റവന്യൂ വകുപ്പ് ഊരേകൾ കമ്പ്യൂട്ടറുകൾക്കിപ്പോൾ മേൽപ്പറഞ്ഞ ഭൂമികളെല്ലാം സർക്കാർ പുറമ്പോക്ക് ഭൂമികൾ എന്ന തരത്തിൽ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച കടപ്പുറം നിവാസികൾക്ക് ഭൂനികുതി സ്വീകരിക്കാനായി ഒരു സംവിധാനം അതിൽ സന്നിവേശിച്ചിരുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവസാനിപ്പിച്ചതിൻ്റെ ഫലമായി സർക്കാർ പട്ടയം കൈവശമുള്ളവർക്കും ഭൂനികുതി അടയ്ക്കാനോ വില്ലേജ് ഓഫീസർമാർക്ക് സ്വീകരിക്കാനോ സാധിക്കാതെ വന്നുവെങ്കിലും ഇടപെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് താൽക്കാലികമായി ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോഴും പൊന്നാനി മണ്ഡലത്തിലെ 3 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടും കടപ്പുറം പുറമ്പോക്ക് മേഖലയിൽ ഡിജിറ്റൽ മേഖലയ്ക്ക് പുറത്താണ്. അത് ഉൾപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണം. സർക്കാർ പട്ടയം കൈവശം വെച്ച് വരുന്ന ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ സത്വര നടപടി കൈക്കൊള്ളാൻ ഞാൻ ഈ സബ്മിഷനിലൂടെ സർക്കാരിൻ്റെ റവന്യൂ മന്ത്രി. സാർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി നഗരം, വെളിയങ്കോട്, പെരുമ്പടപ്പ് തുടങ്ങിയ വില്ലേജുകളിൽ തീരദേശ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കാത്തത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം സർക്കാർ വളരെ ഗൗരവമായി പരിശോധിച്ചു വരുന്ന ഒന്നാണ്. കേരളത്തിലെ പട്ടയമില്ലാത്ത മുഴുവൻ ആളുകളെയും പട്ടയത്തിന് അർഹരായ മുഴുവൻ ആളുകളെയും പട്ടയത്തിന് അവകാശികളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച പട്ടയ അസംബ്ലികളെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട പട്ടയ ഡാഷ്ബോർഡിൽ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന അസംബ്ലി ഉയർത്തിയ ഒരു വിഷയമാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ തുടർച്ചയായി ഇക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന സർവേ അതിർത്തിക്ക് പുറത്ത് അൺസർവേഡ് ലാൻഡായി കിടക്കുന്ന കടലിറങ്ങിയ സ്ഥലമാണിത്. നേരത്തെ അംഗം സൂചിപ്പിച്ചതുപോലെ സർവേ നടപടികൾ നടന്ന 1930-35 കാലഘട്ടത്തിൽ കടൽ പുറമ്പോക്കായി മാറ്റിയിട്ടിരുന്ന പ്രസ്തുത സ്ഥലത്ത് കാലക്രമത്തിൽ കടലിറങ്ങുകയും വലിയ വിസ്തൃതിയുള്ള സ്ഥലം പുറമ്പോക്കായി മാറുകയും ചെയ്തു. പ്രസ്തുത സ്ഥലത്ത് ഭൂരഹിതരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വീടുകൾ നിർമ്മിച്ച് താമസിക്കുകയും ചെയ്തു. ഈ സ്ഥലത്ത് താമസക്കാർക്ക് പട്ടയം വിതരണം ചെയ്യണമെന്ന ആവശ്യം ശക്തമായതോടെ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ച് സർവേ ചെയ്ത് പ്ലോട്ടുകളാക്കി 1982 മുതലുള്ള കാലയളവിൽ താമസക്കാർക്ക് പട്ടയം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമി സർവേ രേഖകളിൽ ഉൾപ്പെടുത്തുകയോ വിജ്ഞാപനം ചെയ്യപ്പെടുകയോ ചെയ്യാത്തത് കാരണം പട്ടയങ്ങൾ നിയമവിധേയമല്ലാത്തതിനാൽ ഈ ഭൂമിക്ക് പോക്കുവരവ് ചെയ്ത് കരമടയ്ക്കാൻ സാധിച്ചില്ല. കേരള ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ കൈവശ ഭൂമിക്ക് കൈവശക്കാരനിൽ നിന്ന് സ്വീകരിക്കുന്ന ഭൂനികുതി അതർ ദാൻ ബേസിക് ടാക്സ് അഥവാ LROBT എന്ന പേരിലാണ് സ്വീകരിച്ചിരുന്നത്. സംസ്ഥാനത്ത് സർവേ അതിർത്തിക്ക് പുറത്തുള്ള സ്ഥലമായതിനാൽ സർവേ അതിരടയാള നിയമം സെക്ഷൻ 3, 4 എന്നിവ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചു മാത്രമേ സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയൂ. സാർ, അത്തരത്തിൽ ഇപ്പോൾ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ സെക്ഷൻ 3 and 4 പ്രകാരം കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ നമ്മളൊരു വിജ്ഞാപനം പുറത്തിറക്കി നിയമവകുപ്പിൻ്റെ മുമ്പിലേക്ക് അയച്ച് ഏറ്റവും പെട്ടെന്ന് ആ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് തുടങ്ങുകയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ അൺസർവേഡ് ലാൻഡുകൾ പ്രഥമ പരിഗണന നൽകി സർവേ നടപടികൾ പൂർത്തീകരിച്ച് HTL നിന്നുള്ള ഹൈ ടെൻഷൻ ലെവലിൽ നിന്നുള്ള ദൂരപരിധി പരിഗണിച്ച് പട്ടയം നൽകുന്ന വിഷയവും നൽകിയ പട്ടയങ്ങൾ ആധികാരികമായ വരുന്ന വിഷയവും പരിഗണിക്കുകയാണ്. സാർ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ റീസർവേ നടന്ന വില്ലേജുകളിൽ അതിൻ്റെ 9-2 പ്രസിദ്ധീകരണത്തിന് ശേഷം 13-1 പ്രസിദ്ധീകരിച്ച് റവന്യൂ വകുപ്പിൻ്റെ ഭാഗമാക്കുന്നതിന് മുമ്പായി
ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയമാണ്. അതുകൊണ്ട് അക്കാര്യം പൊന്നാനി എന്ന വ്യക്തിപരമായി തന്നെ വളരെ അടുത്ത ബന്ധമുള്ളൊരു പ്രദേശത്തിൻ്റെ വിഷയങ്ങൾ നേരിട്ടറിയാവുന്നതുകൊണ്ട് ആ വിധത്തിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ബഹുമാനപ്പെട്ട അംഗം 3 ഉന്നയിച്ച പ്രകാരം പൊന്നാനി താലൂക്കിലെ കടലോര മേഖലയിൽ പട്ടയത്തിൻ്റെ പിൻബലത്തോടെ ഭൂമി കൈവശം വെച്ചു വന്നിരുന്നതിൽ നിന്ന് ഭൂനികുതി ഈടാക്കാൻ കഴിയാതിരുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് ബഹുമാനപ്പെട്ട അംഗം തന്നെ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിച്ച സബ്മിഷനെ തുടർന്ന് നിരവധി യോഗങ്ങൾ ചേരുകയുണ്ടായി. ഈ അജണ്ട തന്നെ വെച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ആ യോഗങ്ങളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ റിലീസ് പോർട്ടലിൽ ലാൻഡ് അസൈൻമെൻറ്റ് ഓപ്ഷൻ വഴി നികുതി സ്വീകരിക്കുന്നതിന് തീരുമാനിക്കുകയും ഈ മാസം മുതൽ ആ നികുതി സ്വീകരിക്കുന്നതിനുള്ള നടപടി ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന നിലയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അംഗം ഉന്നയിച്ച വിഷയം വളരെ ഗൗരവമാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ സർക്കാർ പട്ടയ ഡാഷ്ബോർഡ് വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണനയാണ് സാർ നൽകുന്നത്. കടലിൽ പുറമ്പോക്ക് എന്ന് പറയുന്നത് നിയമപ്രകാരം 964 ചട്ടത്തിലെ 11(2)(5) പ്രകാരം റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ 30.17 മീറ്റർ അകലെയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രശ്നം വളരെ ശ്രദ്ധയോടെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും തീരദേശത്തായി 1172 ആളുകൾക്ക് ഈ വർഷം നമ്മൾ പട്ടയം കൊടുത്തു. അപ്പോൾ ആ ഗൗരവത്തോടു കൂടി തന്നെ പൊന്നാനിയിലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അർഹരായ മുഴുവൻ പേരുടെയും പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസം ബഹുമാനപ്പെട്ട അംഗത്തെ അങ്ങ് വഴി അറിയിക്കുക.